ഫാദർ മണവാളൻ മേജർ ആർച്ച് ബിഷപ്പിനും മാർ പാമ്പ്ലാനിക്കും തലവേദനയാകും. കൂനിമേൽ കുരു എന്ന പോലെ പെർമനന്റ് സിനഡിന് മുകളിൽ കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് സഭാ ട്രിബ്യൂണലിന്റെ ഇടിവെട്ട് വിധി. ജൂൺ 23-ന് ഉള്ളിലായി മണവാളനെ ബസിലിക്കയിൽ നിന്നും പുറത്താക്കി. ആ വിവരം ട്രൈബ്യൂണലിനെ രേഖാമൂലം അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അരപ്പട്ടക്കാർ ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടതുപോലെ ആയിരിക്കുകയാണ്. അതായത് എന്തോ ഒന്ന് എലിവില്ലിൽ പെട്ടതുപോലെ. കഷ്ടം തന്നെ. അതിനിടയിലാണ് ഇന്ന് വൈദിക സമിതി വിളിച്ചത് തന്നെ. ചുരുക്കം പറഞ്ഞാൽ മണവാളനെതിരെ നടപടി എടുത്തില്ല എങ്കിൽ പാമ്പ്ലാനിക്കും തട്ടിലിനും തലവേദന തന്നെയാകും. ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഉത്തരവ് ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ എറണാകുളം അങ്കമാലി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി മുഖേന ഈ പ്രിസ്ബിറ്ററിയിൽ നിന്ന് പുറത്തു പോകാൻ ഫാദർ വർഗീസ് മണവാളന് രേഖാമൂലം ഉത്തരവ് നൽകി ഓഫീസും രേഖകളും യഥാവിധി നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററും ഫാദർ മണവാളനെ കൈമാറി ഇത് നടപ്പിലാക്കണം. ഉത്തരവ് ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ ആവശ്യമെങ്കിൽ സ്ഥലത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കോ SP-ക്കോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കോ ആ ഉത്തരവിന്റെ ഒരു പകർപ്പ് നൽകുകയും ആ കെട്ടിടവും ഓഫീസും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഫാദർ വർഗീസ് മണവാളനെ ഒഴിപ്പിക്കാൻ സഹായിക്കുന്നതിന് ഒരു കവറിംഗ് ലെറ്റർ നൽകുകയും ചെയ്തുകൊണ്ട് കരിയഞ്ഞാളിയത്ത് അവരിൽ ആർക്കെങ്കിലും ഒരു കവറിംഗ് ലെറ്റർ നൽകി ഈ ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് 2025 ജൂൺ 22-നോ അതിനു മുൻപോ ആർച്ച് പാക്കിയുടെ ചാൻസലറിൽ നിന്ന് ട്രൈബ്യൂണലിന് അയക്കും. സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ ഓഫീസിൽ നിന്ന് 2025 ജൂൺ 2-ന് നൽകി. ഇതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഏകീകൃത കുർബാന ഉടൻ നടപ്പിലാക്കുന്നതിൽ ആത്മധൈര്യം ഇല്ലാത്ത സഭയുടെ ആത്മീയ നേതൃത്വം ഈ ചീഞ്ഞളിഞ്ഞ വിമത പുരോഹിതരോട് ഇനിയും ഒരു കുർബാനയെങ്കിലും ചൊല്ലൂ എന്ന് നാണമില്ലാതെ കെഞ്ചുന്ന കാഴ്ച എത്രയോ ദയനീയമാണ്. സഭയുടെ പണം അടിച്ചു മാറ്റുന്നവർ പെണ്ണ് പോസ്കോ വിഷയങ്ങളിൽ കേമന്മാരാണ്. കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയും ധിക്കരിക്കുന്ന നീചന്മാർ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അപ്പോൾ നിലപാട് മാറ്റുന്നവർ. ഇതെല്ലാമാണ് ഈ തെമ്മാടി കൂട്ടങ്ങളുടെ മനോഗുണങ്ങൾ. ഇവരെ ഇനിയും ചേർത്ത് പിടിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പണവും സമാധാനവും കൊണ്ടുവരാമെന്ന് പിതാക്കന്മാർ വെറുതെ വ്യാമോഹിക്കുക തന്നെയാണ്. വൈദിക സമിതി അതിരൂപത നടത്തിപ്പിന് മെത്രാനെ സഹായിക്കുന്ന ഉപദേശക സംഘമാണ്. അതിനായി ഈ സഭാവിരുദ്ധ തെമ്മാടികൾ എന്ത് ഉപദേശമാണ് നൽകുക? അതിനാൽ സമര കുർബാന അർപ്പിച്ച അരമന കയ്യേറിയ അച്ചടക്ക നടപടികൾ നേരിടുന്ന കള്ളപ്പാതിരമാരെ ഉൾപ്പെടുത്തി വൈദിക സമിതി കൂടിയത് തന്നെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതാണ്.